ആദി എന്ന് പറയുന്ന കെയ്ഡൻസ് ഓഫ് ജിതിൻ ഭയങ്കര പ്രത്യേകതയുള്ള ഒരു യാത്രയ്ക്കാണ് ആൾ തുടങ്ങാൻ പോണേ. അതിന് നമ്മൾ പള്ളിയുടെ വാതിൽക്കൽ വന്ന്, നമ്മൾ നാട്ടിൽ പറയും പ്രധാന കവാടത്തിൽ വന്ന് അവർ ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ് ഈ വലിയ ഒരു യാത്ര, ആ യാത്രയുടെ തുടക്കമാണെന്ന് നമ്മൾ സുഹൃത്തുക്കളായിട്ടുള്ള കുറേ പേര് നമ്മളിവിടെ ഉണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ഈ കർമ്മങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഇവിടെ വന്നിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ഫാമിലി ആയിട്ടുള്ള കുഞ്ഞു മക്കളായിട്ടുള്ള നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇവർക്ക് വേണ്ടി വളരെ സ്നേഹപൂർവ്വം വളരെ ഹൃദയത്തിൽ നിറഞ്ഞ പ്രാർത്ഥന ഉണ്ടാകണം. കാരണം ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവായ ദൈവമേ, ദാസനെ അങ്ങയുടെ അജഗണത്തിൽ ചേർക്കുകയും പ്രസാദവരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവേ എന്ന് അങ്ങേ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹനാക്കണമേ. ഈ കുദാശ യോഗ്യതയോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെപ്പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ജീവന്റെ ദൈവത്തെ കാണുവാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു. എൻ്റെ ആത്മാവേ, നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് വിഷാദിച്ചുഴലുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. പകൽ ദൈവം തൻ്റെ അനുഗ്രഹം വർഷിക്കും, രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അരുളി ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ ഭൗതിക ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ ദാസൻ കുദാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാനിടയാകട്ടെ. ഈ ദാനത്തെ പ്രതി അങ്ങയുടെ ദാസനോടൊത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. 3 ചോദ്യങ്ങളാണ് തലവട്ടപ്പനായിട്ടുള്ള ആൻമേരിയോടും അലക്സിനോടും ചോദിക്കാനുള്ളത്. ചോദ്യം ഒന്നാമത്തേതാണ്, പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? യേശു മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കേഡൻ മുദ്രിതനായിരിക്കുന്നു.
ഞങ്ങളെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, നിസ്സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പരിപാവനനാം സർവേശ, വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്തരഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവന്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രഹാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പാടിയിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുമ്പിൽ ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ പാടിയിടുന്നേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഫരിസേയരിൽ നിക്കോദെമസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദെമസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? ഈശോ പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിലും ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിലും ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. നമ്മുടെ കർത്താവായ എല്ലാവരും ഇരിക്കും. പ്രിയപ്പെട്ട ജിതിൻ, ചിഞ്ചു, പിന്നെ ഇന്നത്തെ കെയ്ഡൻ്റെ ആത്മീയ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന, അതിന് സമ്മതം മൂളിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ആൻമേരി, അലക്സ്, പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങളെല്ലാവരും. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഇത് കെയ്ഡൻ്റെ ആദിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടി ഇങ്ങനെ ആഘോഷിക്കാൻ കഴിയുന്നു, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നു എന്നതിന് ഞാൻ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ചിഞ്ചുവിനെ കുറേ വർഷങ്ങളായിട്ട്, എത്ര 6 വർഷമൊക്കെ അല്ലേ? 6 വർഷം കഴിഞ്ഞു. 6 വർഷമായിട്ട്. അന്ന് വളരെ ചെറുതാണ് ചിഞ്ചു, അല്ല അന്ന് ഭയങ്കര വണ്ണം കുറവല്ലായിരുന്നേ. അതെ. പിന്നെ തണ്ടറവേ ഒന്ന് ഫുഡൊക്കെ അടിച്ച ആള് നല്ല ഉഷാറായി. ജിതിനും എനിക്ക് തോന്നുന്നു വന്നപ്പോൾ ഇത്ര തടി ഉണ്ടായില്ല അല്ലേ? വളരെ തടി കുറഞ്ഞ് 2 പേരായിരുന്നു. ജിതിൻ പക്ഷേ 2-3 അല്ലേ 2 വർഷം. ജിതി വന്ന പിറ്റേ ദിവസം തന്നെ ജിതിൻ്റെ ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ചിട്ടാണ് തുടങ്ങിയത് നമ്മൾ. എനിക്ക് തണ്ടർബേയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുള്ള, എനിക്ക് തോന്നുന്നു ആൻമേരിയുടെയും അതുപോലെ ചിഞ്ചുവിൻ്റെയും ജിതിൻ്റെയും എന്ത് പരിപാടി ഉണ്ടായാലും അപ്പം എന്നെ വിളിക്കും. അപ്പം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പോവും. അപ്പോൾ അങ്ങനെ ഞാൻ പോവും, നല്ല അടിപൊളി ഭക്ഷണം കഴിക്കും, പോരും. നാട്ടിലെ തവണ ഞാൻ വിപിൻ്റെ നായനയുടെ കൊച്ചിൻ്റെ മാമുദിസയ്ക്ക് വയനാട്ടിൽ പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പം ഷിന്നി, ബൽജിൻ്റെ അവരെയൊക്കെ വീട്ടിൽ പോയി. അങ്ങനെ പെട്ടെന്നാണ് അതിൻ്റെ തലേദിവസമാണ് നമ്മൾ പറഞ്ഞത് ചിഞ്ചുവിൻ്റെ വീട്. ഞാൻ ചിഞ്ചുവിൻ്റെ വീടാണെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ ജിതിൻ്റെ വീട് ആ ചുരം ഇറങ്ങി വരുമ്പോൾ അവിടെ പോയി നല്ല മട്ടൺ സ്റ്റൂ ഒക്കെ കഴിച്ച്, അമ്മ മിക്കവാറും ഈ വീഡിയോ കാണുന്നത് കഴിയുമ്പോൾ ചിഞ്ചുവിൻ്റെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ അവിടെ പോയി. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഇവൻ്റെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് വന്നു. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഈ മാമുദിസ ചെയ്യുമ്പോൾ ഇതൊരു വീട്ടിൽ നടക്കുന്ന, എൻ്റെ വളരെ പ്രിയപ്പെട്ട ആളുകളുടെ മാമുദിസ നടക്കുന്ന അതേ ഒരു അനുഭവമാണ് എനിക്കുള്ളത്. അത് ഞാൻ വെറുതെ ഭംഗിവാക്കി പറയുന്നതല്ല, അത് ഭംഗിവാക്കല്ലെന്ന് മനസ്സിലാവാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ 6 വർഷം തുടങ്ങി മുമ്പുള്ള, നീ വന്നപ്പോൾ തുടങ്ങിയുള്ള ഇത്ര നാളത്തെ ഒരേ അല്ലേ, നമ്മുടെ ഇപ്പോൾ എനിക്ക് ആകെ 30 വയസ്സായിട്ടുള്ളൂ. അതിൽ 6 വർഷം ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നു പറയുമ്പോൾ അതൊരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ സിംഹഭാഗം ഞാൻ നിങ്ങളായിട്ട് 40 വയസ്സായി. ഇനി അലക്സ് ഇരുന്ന് ആലോചിക്കും, ഇനി 40 ആണോ 30 ആണോ? 40 വയസ്സായി. അലക്സ് ഹാപ്പിയാണോ? 50. അത് വേണ്ട, അത്രയ്ക്ക് വേണ്ട. അപ്പം മാമുദിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ നമുക്ക് മാമുദിസയെ കാണാം. അതിൻ്റെ വളരെ തിയോളജിയൊക്കെ പറഞ്ഞ് നമുക്ക് മാമുദിസയുടെ രക്ഷാകരമായ ജീവിതത്തിലേക്ക് കടക്കുന്നതിനെ കുറിച്ചൊക്കെ പറയാം. പക്ഷെ ഞാൻ മാമുദിസ വളരെ സിമ്പിളായിട്ട് കാണാൻ ആഗ്രഹിക്കുകയും പക്ഷെ അതേസമയം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു കർമ്മമായിട്ടാണ് ഞാൻ കാണുന്നത്. വിശ്വാസം എന്ന് പറയുന്നത്
നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയും, വിശ്വാസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ വിശ്വാസി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ പള്ളി അല്ലെങ്കിൽ അമ്പലം, മോസ്ക് അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ മാത്രമായിട്ട് കാണും. അങ്ങനെയല്ല. അടുക്കളയിലെ അമ്മ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഓരോ ഭക്ഷണവും അമ്മയോടുള്ള വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിക്കുന്നത്, അല്ലേ? നമ്മൾ എന്തൊക്കെ ചെയ്താലും ജീവിതത്തിൽ എപ്പോഴേക്ക് പോയാലും നമുക്കൊരു വീട് ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മളെ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ കേട്ടിട്ടില്ലേ? നമ്മൾ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ച് കേട്ടാണ്, എത്ര ഉയരത്തിൽ പറന്നാലും ആ പക്ഷിക്ക് സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാൻ പറ്റും, അതൊരിക്കലും മറക്കില്ല എന്ന് പറയും. ആ ഒരു വിശ്വാസമാണ് ശരിക്കും നമ്മളെ നയിക്കുന്നത്. അവൻ കരഞ്ഞോട്ടെ, ഇന്ന് അവൻ്റെ ദിവസമല്ലേ, അടുത്ത ദിവസം വന്നിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതേ ജിതിനുണ്ട്, ചിഞ്ചുണ്ട്, നിങ്ങൾ രണ്ടുപേര് സ്നേഹത്തിൽ വളരണമെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയണത്, ഞാൻ ചോദ്യമൊക്കെ ചോദിക്കട്ടെ ചിഞ്ചത് കഴിയുമ്പോൾ, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഇപ്പോൾ ജിതിനെ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ, ഇവളെ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ കഴിഞ്ഞു, ഒന്നും നടക്കില്ല. പിന്നെ നമ്മൾ സ്നേഹത്തിൽ നമുക്ക് വളരാൻ പറ്റില്ല. സൗഹൃദങ്ങളായാലും ഇങ്ങനെ തന്നെ. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്ന ജനറലായിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ഇതൊക്കെ എൻ്റെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട. ഒപ്പം തന്നെ ഈശോ, ക്രിസ്തു, ജീസസ് എന്നൊക്കെ പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും അതിനുവേണ്ടി എന്തും ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ചെറുപ്പം തുടങ്ങിയ അപ്പച്ചനും അമ്മച്ചൊക്കെ നമ്മളങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് എന്തും ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും, അത് നന്മ ചെയ്യുമ്പോഴും നമ്മളിടയ്ക്കൊക്കെ തിന്മകൾ ചെയ്യുമ്പോഴും നമ്മൾ പെട്ടെന്ന് നോക്കുന്ന ഒരു റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ക്രൈസ്റ്റാണ്. അപ്പോൾ ഈശോ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇന്ന് കേഡൻ നിങ്ങളിലൂടെ ആ ഒരു വിശ്വാസ ജീവിതത്തിലേക്കാണ് കടക്കുന്നത്, അല്ലേ? നമുക്ക് ജീവിതത്തിനൊരു താങ്ങായിട്ട് എന്തുണ്ടായാലും, അതിപ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള പുണ്യങ്ങളായാലും അല്ലെങ്കിൽ ജീവിതത്തിലെ ഏതൊക്കെ തരത്തിലുള്ള പാപങ്ങളായാലും എല്ലാത്തിനെയും നമുക്കൊരു റെഫറൻസായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് കരുത്ത് തരുന്ന ഒരു സ്ഥലമാണ്, ഒരു വ്യക്തിത്വമാണ്, ഒരാളാണ് ക്രിസ്തു. അപ്പോൾ അങ്ങനെയുള്ള ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, പിന്തുടരുന്നു, അതിലേക്ക് കടക്കുന്നു എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള വിശ്വാസത്തിൻ്റെ വഴിയിലേക്കാണ് നമ്മളിന്ന് കേഡനെ ആദ്യയെ കൊണ്ടുവരുന്നത്. അവന് കാര്യമായിട്ടൊന്നും ഇപ്പോൾ മനസ്സിലാവുണ്ടാവില്ല. അവിടെയാണ് ഈശോയോട് ചോദിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യം ദൈവരാജ്യം എന്ന് പറയുന്നത്. എന്താണ് ദൈവരാജ്യം എന്നുള്ളൊരു ചോദ്യമാണ് ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടൊരു 40-ലധികം ഉപമകൾ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഉപമകളിൽ ഏറ്റവും ചെറുതും ഏറ്റവും മനോഹരവും ഏറ്റവും ആഴമുള്ളതായിട്ടുള്ള ഒരു ഉപമ എന്ന് പറയുന്നത് കടുകുമണിയുടെ ഉപമയാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു കടുകുമണിക്ക് തുല്യമാണ്. ഇന്ന് കേഡൻ ഒരു ചെറിയ കടുകുമണി, ഇപ്പോൾ അലക്സിൻ്റെ മുമ്പിൽ കേഡൻ ഒന്നുമല്ല, വളരെ ഒരു വെറും കടുകുമണിയായിട്ടിരിക്കുകയാണ്. അലക്സ് എന്നെ നോക്കിയത് കഴിയുമ്പോൾ എന്നെ ഇടിക്കുക അലക്സ്. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ കേഡിനും വളർന്നു വലുതാവും. പക്ഷെ വളർന്നു വലുതാവണമെങ്കിൽ ഈശോ പറഞ്ഞതുപോലെ ഈ കടുകുമണി നിലത്തിടാനും ആ നിലത്തിട്ട് വളവും വെള്ളവും കെയറൊക്കെ കൊടുത്ത് അതിനെ വളർത്തി വലുതാക്കി വലിയൊരു മരമാക്കാനുള്ള ഉത്തരവാദിത്വമാണ് നിങ്ങൾ 4 പേര് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ഞാൻ തലവട്ടമ്മയോടും പറയും, കേഡൻ ശരിയാണ്, നിങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ കേഡൻ ഒരു പ്രത്യേക സ്ഥാനം അലക്സിൻ്റെയും ആൻമാരിയുടെയും ജീവിതത്തിലുണ്ട്. കാരണം അവൻ്റെ ആത്മീയ കാര്യങ്ങൾക്ക് അവൻ്റെ ആത്മീയ മാതാവും ആത്മീയ പിതാവുമായിട്ട് നിങ്ങളിന്ന് കരാറൊപ്പിടുകയാണ്. എന്ന് വെച്ചാൽ ഒരു ക്രിസ്മസ് വന്നാലോ ഒരു ഈസ്റ്റർ വന്നാലോ എന്തൊക്കെ അവൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചാൽ അവിടെയൊക്കെ നിങ്ങളുടെ ഒരു ആത്മീയ കരുതൽ, ഒരു ആത്മീയ റെഫറൻസ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പനും അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 2 പേർക്കും നമുക്ക് അപ്പനും അമ്മയൊക്കെ ഉള്ളതാണ്, അപ്പാപ്പനും അമ്മാമ്മമാരുള്ളതാണ്, ബന്ധുമിത്രാദികളൊക്കെ ഉള്ളതാണ്. അവരൊക്കെ നമ്മുടെ ഇന്ന് നമ്മളായിരിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മളാകാൻ എന്തുമാത്രമാണ് അവർ സഹായിച്ചത്. അപ്പം കേഡൻ്റെ ജീവിതത്തിൽ നിങ്ങൾ 4 പേരും ഒരു വിത്തിനെ, ഒരു കർഷകൻ, ഒരു സാധാരണ ഒരു വീട്ടമ്മ എങ്ങനെ കരുതി അതിനെ വളർത്തിക്കൊണ്ടുപോകുന്ന ഒരു മരമാക്കി പൂക്കളും പഴങ്ങളൊക്കെ ഉള്ള വലിയ മരമാക്കി മാറ്റുന്നുവോ അതുപോലെ തന്നെ ചെയ്യാൻ നിങ്ങൾക്ക് കൂടെ കഴിയട്ടെ. കാരണം ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സെൻറ്റ് പാട്രിക്സ് എന്ന് പറയുന്ന ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അവന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടർബേലെ ഏറ്റവും 5 പണക്കാരെടുത്ത അതിലൊരു 2ാമത്തെ 3ാമത്തെ അത്രയും കാശുള്ള വീട്ടിലൊരു ചെക്കനാണ്. അവന് വിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കര താല്പര്യമുള്ള ഒരു പയ്യനാണ്. പക്ഷേ അവൻ പഠിക്കുന്ന സ്കൂളിൽ ഒരു കാത്തലിക് സ്കൂളാണ്. പക്ഷെ അവിടെ അവന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഉറക്കെ പറയാൻ അവന് ചമ്മലാണ്.
അവനത് പറഞ്ഞാൽ അവൻ്റെ കൂടെയുള്ള കൂട്ടുകാർ അവനെ കളിയാക്കൂ. അങ്ങനെ ദൈവത്തിലേക്ക് വിശ്വസിക്കുക, അങ്ങനത്തെ ഒരു ടോപ്പിക്ക് പറയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ. ഒരു 2 മാസമായിട്ടുള്ളൂ ആ പയ്യനോട് വന്നപ്പോൾ ഞാൻ അവനെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുക. 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, എല്ലാം വികസിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വിശ്വാസം എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നതൊക്കെ പുറത്ത് നിർത്തേണ്ടതും അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഇതൊരു കുറച്ചൊക്കെ ഒരു പൊളിറ്റിക്കലായുള്ളൊരു വിഷയമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാൽ പോലും ക്രിസ്മസിനെ ഹോളി സീസൺ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒരു സീസൺ എന്നൊക്കെ പറഞ്ഞ് ഒതുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം, നമ്മൾ ക്രിസ്മസിനെ ക്രിസ്മസ് വെക്കേഷൻ തന്നെ പറയണ്ടേ, അവിടെ എന്താ പറയുക സീസൺ അല്ല, ഒരു ഹോളിഡേ സീസൺ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വിശ്വാസം വളരെ ചുരുക്കിക്കൊണ്ട് വരുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇതൊരു വിശ്വാസത്തിൻ്റെ കാൽവെപ്പാണ് അല്ലേ. ആ വിശ്വാസം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വെറുതെ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല അച്ഛൻ പറയുന്നത്. അതിനൊക്കെ ഒരുപാട് അല്ലേ, ഒരു മതം എന്നുള്ള അർത്ഥത്തിൽ മാത്രമൊന്നുമല്ല പറയുന്നത്. അതിനൊക്കെ അപ്പുറത്ത് ഒരുപാട് വലിയ വിഷയങ്ങളുണ്ട് വിശ്വാസത്തിൽ. ആ വിഷയത്തിലേക്ക് വളരെ വിസ്തൃതിയിൽ അല്ലേ, വിശാലാർത്ഥത്തിൽ സ്നേഹവും കരുണയും വിശ്വാസമൊക്കെ വളർത്താൻ നിങ്ങളുടെ സ്നേഹം, കരുണ അതൊക്കെ ഉപയോഗിച്ച് ഈ കേടൻ എന്ന വിത്തിനെ വലിയ മരമാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ നോട്ടം കൊണ്ടോ നമ്മുടെ കരുതൽ കൊണ്ടോ നമ്മുടെ സ്നേഹം കൊണ്ടൊക്കെ ഈ വളർച്ചയെ വലുതാക്കാൻ, ഈ കൊച്ചിൻ്റെ വളർച്ചയിൽ നമുക്കും കൂടെ പങ്കാളികളാകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് കാറോസൂസ പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഇവിടെ നിൽക്കുന്നു. കർത്താവേ കൃപയുണ്ടാകണമേ. കർത്താവേ എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിഷ്യപ്പെടുത്തി മാമോദീസ നൽകുവാൻ കൽപ്പിച്ച കർത്താവേ, നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും ഒരിടയൻ്റെ കീഴിൽ ഒരാലയത്തിൽ ഒന്നുചേരുന്ന നിന്റെ രക്ഷാകര ദിനം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന വിശുദ്ധ കുദാശ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ ഈ ശിശുവിന് നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ നീക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈകികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ കർത്താവേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയുടെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വാഴ്ത്തിപ്പാടാം കർത്താവിൻ
നമ്മൾ മാമോദിസ എന്ന് പറഞ്ഞ തിരുക്കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ചിഞ്ചുവിൻ്റെ പാരൻസ്, അതുപോലെ വീട്ടിലെ ആൾക്കാർ, ജിത്തിൻ്റെ വീട്ടിലെ പാരൻസ്, വീട്ടിലെ ആൾക്കാർ, ബന്ധുമിത്രാദികൾ. ഇപ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ ഒരു വലിയൊരു പന്തലൊക്കെ കെട്ടി വലിയൊരു ആഘോഷമായിട്ട് നടക്കേണ്ട ഒരു പരിപാടിയാണ്. നമ്മളൊരു പ്രത്യേക സാഹചര്യം കൊണ്ട് നമ്മളിവിടെ ചെയ്യും. നമ്മളൊട്ടും മോശമാക്കുന്നില്ല. നല്ല സുന്ദരനും സുന്ദരിയുമായിട്ട് നിങ്ങൾ വന്നിട്ടുണ്ട്, കേടനായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് പറ്റുന്ന പോലെ നമ്മളെ ആഘോഷം നമ്മൾ നടത്തുന്നു. പക്ഷേ ഞാനെപ്പോഴും വിശ്വസിക്കുന്നു, ഇത്തരത്തിലുള്ള പുറത്തുള്ള ആഘോഷത്തെക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മീയമായ ആഘോഷം തന്നെയാണ്. അല്ല, നമ്മൾ ശാരീരികമായി നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും ആത്മീയമായി നമ്മൾ ഒറ്റക്കെട്ടാണ്. അപ്പോൾ ഈ സമയം അവർക്കറിയാം മാമോദിസ നടക്കുന്ന സമയമാണ്. അവർ കുറേ ദിവസങ്ങളായി പ്രാർത്ഥിക്കുകയും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ആളുകളുടെയും അവരുടെ ആത്മീയ കൂട്ടായ്മയെ മുൻനിർത്തി നമുക്ക് ഈ മാമോദിസ തിരുക്കർമ്മത്തിലേക്ക് കടക്കാം. നഷ്ടപ്പെട്ടു പോയവർ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയവർ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ സഭയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായ ദാസനെ നീ തിരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ നിന്ന് മാമോദിസ സ്വീകരിക്കുകയും മാമോദിസ നൽകുവാൻ ശ്ലീഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കുദാശ യഥാവിധി പരികർമ്മം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, സ്നേഹസമ്പന്നനും കൃപാനിധിയുമായ ഞങ്ങളുടെ കർത്താവേ, പുനരുത്ഥാനത്തിൻ്റെ വാഗ്ദാനവും പാപങ്ങളിൽ നിന്നുള്ള മോചനവും ഞങ്ങൾക്ക് നൽകുവാൻ അങ്ങയുടെ പ്രിയപുത്രൻ അയച്ചുകൊണ്ട് ലോകത്തെ അങ്ങ് സ്നേഹിച്ചുവല്ലോ. പൂർവ്വപിതാക്കന്മാർക്ക് അങ്ങ് നൽകിയ അഭിഷേക തൈലം ജീവൻ്റെ അടയാളവും ലക്ഷ്യവുമാണല്ലോ. സ്വർഗീയ സൈന്യങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, യോർദാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിനാലും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദിസായിലൂടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുവാൻ ഈ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആസ്വദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കേടൻ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കേടൻ മാമോദിസ മുക്കപ്പെടുന്നു. ടവലല്ലേ? ടവലല്ലേ? ഏതായാലും അത് തുടച്ചാൽ മതി. അവന് തല തുടച്ച. ഇനി വെള്ളവസ്ത്രം ധരിപ്പിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ.
ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. ആമീൻ. മാമോദീസായുടെ പൊതുജന്മവും മിശിഹായുടെ മൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവിതത്തിലേക്കുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രിതയാക്കണമേ. ആബാ പിതാവെ എന്നങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ ഈ ദാസന് നൽകണമേ. കൈവെപ്പ് വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വസ്ത ദാസനുമായി ജീവിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവനിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഇവന് ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആത്മീയ ആനന്ദത്തിൻ്റെയും നിത്യസൗഭാഗ്യത്തിൻ്റെയും അടയാളമായി കെയ്ഡൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിഞ്ഞിരിക്കുന്നു. ആമേൻ. എല്ലാവരും എഴുന്നേറ്റ്. മാമോദീസ വഴി ദൈവപുത്രനായി തീർന്ന ഈ ശിശുവിനോട് കൂടെ നമുക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവായ ദൈവമേ, പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ ഈശോയുടെ തിരു രക്തത്താൽ ഈ ശിശുവിനെ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിന് നൽകുമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹയുടെ വാഗ്ദാനം ഈ ദാസനിൽ നിറവേറ്റിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ മകനെ മിശിഹായുടെ കൂട്ടവകാശിയും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സമ്പന്നനുമാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ മകൻ സത്യത്തിലും ആത്മാവിലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാർയോസ്തിപ്പിൻ്റെ പിതാവിൻ്റെയും വിശുദ്ധ സ്ലേഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും വിശുദ്ധ അൽഫോൻസയുടെയും ഞങ്ങളുടെ സഭയുടെ വാഴ്ത്തപ്പെട്ടവരുടെയും പ്രാർത്ഥന ഈ ശിശുവിനെ സഹായിക്കുമാറാകട്ടെ. ഈ ശിശുവിൻ്റെ നാമത്തിന് കാരണഭൂതയായ വിശുദ്ധൻ്റെ ജീവിത മാതൃക ഇവന് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. മാമോദീസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മൾ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്ത പുത്രനായി ജീവിക്കുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീര പ്രേക്ഷിതനാകട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗീയ സൗഭാഗ്യത്തിന് അവകാശിയായി തീരും വരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകമായി തീരുവാൻ ദൈവം നിന്നെ യോഗ്യനാക്കട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ട് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ അല്ലേ, കൺഗ്രാജുലേഷൻസ് അല്ലേ.